ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ അക്കാദമിക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. CUET വഴിയാണ് പ്രവേശനം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ വിവിധ അക്കാദമിക് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PG വഴിയാണ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം. ബിടെക് 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾ, ബിവോക് ഓണേഴ്സ്, ലാറ്ററൽ എൻട്രി, ബിടെക്, MSc, MA, MBA, ഷോർട്ട് ടേം ഓൺലൈൻ പ്രോഗ്രാമുകൾ എന്നിവയിലേക്കാണ് പ്രവേശനം. നിലവിലുള്ള പ്രോഗ്രാമുകൾക്ക് പുറമെ ബിടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹിന്ദിയിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc എന്നിവയാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന 3 പുതിയ പ്രോഗ്രാമുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോക കേരള സഭ ജനുവരി 29 മുതൽ 31 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തും. 125 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ലോക കേരള സഭ 5ാം സമ്മേളനം 29 മുതൽ 31 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. 29 വൈകുന്നേരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുയോഗവും തുടർന്ന് ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ കലാപരിപാടിയും നടക്കും. 30-31 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ലോക കേരള സഭ നടപടികൾ നടക്കുക. ലോക കേരള സഭയുടെ മുൻ സമ്മേളനങ്ങളിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ നോർക്ക വകുപ്പ് നേരിട്ട് നടപ്പിലാക്കിയ സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ, പ്രവാസി മിഷൻ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികളുടെ പ്രാതിനിധ്യമുണ്ടാകും. പ്രവാസികളായ 182 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും ഇത്തവണ സഭയിൽ പങ്കെടുക്കും. ലോക കേരള സഭയോടനുബന്ധിച്ച് 30 വൈകുന്നേരം യൂണിവേഴ്സിറ്റി കോളേജിൽ നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി കേരള പോലീസ്. സംസ്ഥാനത്തുടനീളമുള്ള അപകട ഹോട്ട്സ്പോട്ടുകളുടെ മാപ്പ് തയ്യാറാക്കി സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. റോഡ് അപകടങ്ങളുടെ തീവ്രത പ്രവചിക്കുന്നതിനും അപകട ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയുന്നതിനുമായി സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ AIയിൽ പ്രവർത്തിക്കുന്ന റോഡ് അപകട വിശകലന പ്രവചന സ്യൂട്ട് ആരംഭിക്കും. ഇത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വർഷാവസാനത്തോടെ ഇത് അന്തിമമാക്കാനാണ് പദ്ധതി. 2018 മുതലുള്ള ഡേറ്റ ശേഖരിച്ചിട്ടുണ്ടെന്നും ആ ഡേറ്റയിൽ AI മോഡലുകൾക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ഈ പ്രക്രിയയ്ക്ക് സമാന്തരമായി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള ഡേറ്റ പ്രത്യേകമായി പരിശോധിച്ച് അപകട ഡേറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആരംഭിച്ചിട്ടുണ്ട്. സമയം, സ്ഥലം, റോഡ്, കാലാവസ്ഥ, ഗതാഗത സാന്ദ്രത, ചരിത്രപരമായ ഡാറ്റ തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അപകടങ്ങളുടെ തീവ്രത മാരകവും ഗുരുതരവുമായിരിക്കുമോ എന്നും അതോ ചെറുതായിരിക്കുമോ എന്നും പ്രവചിക്കാൻ സിസ്റ്റത്തിന് കഴിയുമെന്നും അധികൃതർ പറഞ്ഞു. 2020 മുതൽ 2025 നവംബർ വരെ സംസ്ഥാനത്തെ റോഡുകളിൽ 25,828 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ കാലയളവിൽ 2.96 ലക്ഷം റോഡ് അപകടങ്ങൾ ഉണ്ടായി. 3.3 ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.